ചേട്ടാ പിന്നെ സുഖമാണ്. അപ്പൊ കാലത്ത് എത്ര മണിക്ക് വരും ഇവിടെ? കാലത്ത് 6 മണിക്ക് ഇവിടെ വരും. 9 മണിക്ക് തിരിച്ചു പോകും. 9 മണിക്ക് തിരിച്ചു പോകും. അതുവരെ ചേച്ചിയും ചേട്ടനും അപ്പൊ കാലത്ത് ചായ കുടി ഒന്നുമില്ലേ? അല്ലേ, ശരി ശരി. പിന്നെ വീട്ടില് മക്കളൊക്കെ ജോലി സ്ഥലത്താണ്. അല്ലേ, എത്ര മക്കളുണ്ട്? 2 മക്കള്. 2 മക്കൾ. മോൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. മോളിക അറബിയിൽ വർക്ക് ചെയ്യുന്ന. ചേച്ചി എന്ത് പറയണ്? സുഖം. അപ്പോൾ ചേച്ചി ചേട്ടൻ്റെ ഒപ്പം കാലത്ത് തന്നെ ഇറങ്ങിപ്പോരും. നമസ്കാരം, ബേഡി ആർട്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നേക്കണത് ജയനാർദ്ദൻ ചേട്ടൻ്റെ വീട് പറമ്പിലേക്കാണ്. ആളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് വാഴയും ജാതി തോട്ടം ഒക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഇതൊക്കെ ആൾ നേടിയെടുത്തത് കേട്ടോ. പിന്നെ അച്ഛൻ്റെ ഒരു പാരമ്പര്യമായിട്ട് എന്താ കുറച്ച് സ്ഥലം കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ആൾ സ്വന്തമായിട്ട് ഈ ഓട്ടോ ഓടിച്ച് പ്രയത്നിച്ച് മേടിച്ച് ഒരു 25 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജയനാർദ്ദൻ ചേട്ടൻ്റെ സ്റ്റേഷനിലേക്ക് ഒന്ന് കിടക്കും. ചേട്ടാ, വാഴക്കൊക്കെ എന്താണ് വളരണേ? 10-26 എന്നുള്ളതും പിന്നെ സമൃദ്ധി എന്നുള്ള ജൈവവളമുണ്ട്. അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കപ്പലിന് പിണ്ണാക്ക് വില കൂടാതെ കുറച്ച് ഇട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ലാഭം നോക്കി ചെയ്യുന്ന പരിപാടിയല്ല. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടോ, പണിക്കാരെ നിർത്തണ്ടോ? പണിക്കാരെ നിർത്തില്ല. 900 കൂലി കൊടുത്ത് നമുക്ക് ലാഭത്തിൽ കിട്ടാൻ നഷ്ടമാണ്. അപ്പൊ ലാഭത്തിൽ നമ്മുടെ തൊഴിൽ കടന്നു പോകുന്ന ചെയ്യണ്ട. കാലത്ത് 6 മണിക്ക് വന്ന് 2 മണിക്ക് തിരിച്ചു പോകും. അതിന് ആരെങ്കിലും ഇടയ്ക്ക് വാടക വിളിച്ചാൽ അപ്പൊ പോകും. പിന്നെ 2 തിരിച്ചു വരും. തെങ്ങ് വെച്ചിട്ടുള്ള തെങ്ങ് എത്ര ഉണ്ട്? തെങ്ങ് ഒരു 10 കൊണ്ട് വെച്ചുണ്ട്. അല്ലെങ്കിൽ 3-4 കാച്ചുണ്ട്. തെങ്ങ് വെച്ചെന്ത് ഈ പറമ്പില്? അപ്പൊ ചേട്ടൻ ഇത് ചേട്ടൻ്റെ തറവാട്ട് വകയാണോ? ഇത് തറവാട്ട് വക. അപ്പുറത്തെ സ്ഥലം വാങ്ങിച്ചതാണ്. അതിന്റെ പൊക്കത്തെ സ്ഥലം വാങ്ങിച്ചത് ഒരു 45 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. 2 പ്രാവശ്യം മൊത്തം 2 പ്രാവശ്യമായിട്ട് അപ്പുറത്തെ പൊക്കത്തെ സ്ഥലം പൊക്കത്താണ് ഇപ്പൊ വാങ്ങിച്ചു. ഇത് അനിയന്റെ സ്ഥലം മേടിച്ചിട്ട് 2-3 വർഷമായി. അല്ലേ, അനിയന്റെ കയ്യിൽ നിന്ന് വാങ്ങി? അനിയന്റെ കയ്യിൽ നിന്ന് വാങ്ങി. മകളുടെ കല്യാണമായിട്ട് കൊടുത്ത. അപ്പൊ അനിയൻ എന്തൊരു ജോലി? അനിയൻ കട നടത്തുന്നുണ്ട്, പലചരക്കട. പലചരക്കട അല്ലേ. പിന്നെ പ്രവാസി ആയിരുന്ന ആളെ മകൻ പ്രവാസിയാണ് ഇപ്പം. അച്ഛൻ കൃഷിയായിരുന്നോ? അച്ഛൻ കൃഷിയായിരുന്നു, കൃഷിപ്പണിക്കാരനായിരുന്നു. ആണല്ലേ. അച്ഛനൊക്കെ നമ്മളെ പഠിപ്പിച്ചാൽ കൃഷിപ്പണിയൊക്കെ. അത് ചുരുക്കാണ് ഇപ്പൊ ആൾക്കാര് അച്ഛന്റെ തൊഴിൽ കൊണ്ട് നടക്കുന്നതൊക്കെ. കൊണ്ട് നടക്കുന്ന പരിപാടിയാ. കാലത്തിന് ടൈം പാസിന് വേണ്ടി നടക്കാൻ പോകും. കുറവാണ്. അല്ല, ഇത് മതിയല്ലോ, ഇത് നല്ലൊരു എക്സസൈസ് അല്ലേ. മക്കള് പറയണ്ട നിർത്താൻ? പറയുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ നിർത്താൻ പറയുന്നുണ്ട്. കൃഷി നിർത്തണ്ട കേട്ടോ. 2-1 നിർത്തില്ല. നമ്മുടെ കാര്യം കയ്യിൽ നിർത്തേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ 85 ജീവിച്ചു. മക്കളുടെ കൈ കിട്ടിയില്ല. നാളെ ബലം കൊണ്ട് ഞാൻ ജീവിച്ചായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി പറഞ്ഞേ. അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. അമ്മ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇത് കുളം മീൻകുളം അല്ല, മോട്ടർ വയ്ക്കാൻ വേണ്ടി കൃഷിഭവനിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ചില്ല. മോട്ടറിട്ട് പണിത് കുളം കുത്തില്ല. അന്ന് ആ കിണറിന് സ്ഥലം മേടിച്ചിട്ടുണ്ടായില്ല പൊക്കത്തെ. അതിനാണ് അത് മേടിച്ചത്. ഇതിനകത്ത് ബ്രാലുണ്ടോ? ഒന്നുമില്ല, ഇട്ടിട്ടില്ല. മീനാണ് പുറം പറമ്പല്ലേ, വേറെ സൗകര്യമില്ല ഇടാറില്ല. മീൻ ഇട്ടില്ല. അപ്പൊ മീൻ വളർത്താൻ പറ്റില്ലേ? വളർത്താൻ പറ്റും. എല്ലാം കൂടി അമ്മ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ പറ്റില്ല. അതിന്റെ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. അതുണ്ടല്ലേ. കാണാനുണ്ട്, കാണാനുണ്ടായിരുന്നു. അപ്പൊ ഇത് കെട്ടാറില്ല ചേട്ടേ? അറിയാം, കെട്ടില് നേരെ പോയിട്ട് അല്ലെങ്കിൽ വാടക വിളിക്ക് വരുമ്പോ അപ്പൊ തിരിച്ചു പോകും. വരും പറമ്പിൽ വരുമ്പോ പെട്ടെന്നായിരിക്കും വാടക വിളിക്കണല്ലേ. തിരിച്ചു പോകണേ. പിടിക്കുന്ന ആൾക്കാരല്ലേ പോകാണ്ട് പറ്റില്ല. അപ്പൊ നഷ്ടങ്ങൾ പറഞ്ഞാൽ അങ്ങനെ വരാനായിരുന്നു. ഇത് പോയാൽ തിരിച്ചു വരും. അത് ശരി. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ പെട്രോൾ കാശ് കിട്ടാ? അത് നഷ്ടമായിട്ട് കാര്യമില്ല. പണിയെടുക്കാൻ താല്പര്യം കൊണ്ട് വരാ. ഈ നിലമൊക്കെ നിങ്ങളുടെയാണോ? കുറച്ച്. അതേതാ? ആണല്ലേ. അപ്പൊ ചേച്ചി വരുമ്പോ ഈ നില ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെയാണ് വണ്ടി മേടിച്ച് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയത്.
ഓട്ടർഷ വാങ്ങിച്ചതിന് ശേഷം നിലം കൊയ്ത്തും കാര്യങ്ങളും ഇതിനിടയ്ക്ക് പാട്ടത്തിന് കൊടുക്കാറുണ്ടോ? പ്രാവശ്യം പറഞ്ഞു കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അവര് ഭയങ്കര താഴ്ന്ന നിലണേ, അവര് ഉപേക്ഷിച്ച് പോയി. ഇനി കളിക്കില്ല പറഞ്ഞായിരുന്നു. അതെ, എന്താ വണ്ടി ഇറങ്ങില്ല, ആൾക്കാർ ഇറങ്ങാൻ പറ്റാതെ ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. കാലിലൊക്കെ കൊണ്ടുപോവാ. അത് ശരി. അപ്പൊ അതങ്ങനെ ഇട്ടു, അങ്ങനെ ഇട്ട് എടുക്കുക. കൊറേ തരിശായിട്ട് ഭൂമി ഇങ്ങനെ കുറെ കിടക്കുന്നുണ്ട്. ആ, ഇത് നേന്ത്രവാഴ, ഇത് റോബസ്റ്റ് അല്ലേ? ഇതിപ്പോ എന്നാ വെച്ചേ? അല്ലേ. ഇപ്പൊ നമ്മള് തെങ്ങിന് എന്ത് വളം കയറണേ? എല്ലുപൊടി. ആ, ചാരം. ഞാനിപ്പോ ഒരു 3 മാസമായി പറ്റില്ല. ആ, അത് പൊക്കത്തല്ലേ? ആ, നല്ല പൈസ കിട്ടിയ കുറച്ച് പൈസ കിട്ടിയെന്നാണ് ഞാൻ. ആ, ഇതെങ്ങനെ? ശേഷം പണിയാണ്. ഒരു 10-16 രൂപ വളർത്തും. വളർത്തും അല്ലേ? പിന്നെ വാടക വെച്ച് ആവശ്യിച്ചു പോയാ. ഓണത്തിന് വിട്ടല്ലേ? ആ, നേന്ത്രന് റോബസ്റ്റ്. നേന്ത്ര എവിടെ വെച്ചാണ്? ആ, ഇതാ അതിന്റെ കുഴപ്പം വിടാറായോ? ആ, ആ, ഒരു മാസം ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു 10 കിലോണ്ണം തൊട്ടിട്ടുണ്ട്. കാറ്റുണ്ട്. 60 അടയ്ക്കാൻ വരും അല്ലേ? എത്ര കാച്ചുണ്ട്? അതിലൊരു 10-12 കാറ്റുണ്ട്. പിന്നെ 10-12 കാറ്റുണ്ട് അല്ലേ? ഒടിഞ്ഞു വേണല്ലേ? ഞാനും എന്റെ ഭാര്യയോട് സമ്പാദിച്ചു വാങ്ങിച്ച സ്ഥലമാണ്. എത്ര? 20 സെന്റ്. ആ, രണ്ടുപേരും കൂടി അധ്വാനത്തിന്റെ വില. ആ, നിറയെ ജാതി അടക്കന്മാരല്ലേ? ആ,
ആ ആ ഒറ്റയ്ക്ക് നടക്കില്ല. 36 വർഷമായി തോട്ടം ഫീൽഡിൽ. 36 വർഷമായി. 36 വർഷമാണ്. 88 തുടങ്ങിയതാ. പിന്നെ ഈ അധ്വാനിച്ച് കെട്ടോട് മേടിച്ച് മക്കളെ കല്യാണം ശേഷം വാങ്ങിച്ചാണെങ്കിൽ ഈ സ്ഥലം സമ്പാദ്യം. പിന്നെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിച്ചു. നല്ല രണ്ടാൾ ജീവിക്കുന്നുണ്ട്. 4 പേരക്കുട്ടികളുണ്ട്. 2 മക്കൾ പേരക്കുട്ടികളുണ്ട്. 2 മക്കൾക്കും. പിന്നെ അങ്ങനെ നല്ല കളിക്ക് ഇപ്പം മനസ്സമായിട്ട് ജീവിക്കുന്നു. ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കാൻ മാത്രമേ ഉള്ളൂ. മക്കളാരും കൂടിയില്ല. അല്ല വേണ്ട, അവരിപ്പോ സന്തോഷമായിട്ടില്ല. സന്തോഷം ജീവിക്കുന്നുണ്ട്. ഞാനും വൈഫ് മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ നമുക്ക് പറമ്പുണ്ടല്ലോ. പറമ്പുണ്ട്. അവന് പറമ്പോട് സ്നേഹിക്കാൻ വരണം. മൂച്ചില്ലാതെ പണിയെടുക്കാൻ വരണം. ഇങ്ങോട്ട് അങ്ങനെയുള്ള സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ ഈ ഓട്ടോ ഓടിച്ചിട്ടാണ് ഈ കാണുന്ന പറമ്പും കാര്യങ്ങളൊക്കെ നേടിയെടുത്തത്. എൻ്റെ വീഡിയോയിൽ സഹകരിച്ചതിൽ ചേട്ടന് നന്ദിയുണ്ട്. നമ്മളെ ഇവിടെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ. നമ്മളെ പരിചയക്കാരനാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ കാണാം.